ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അതുല്യ നടനം. അപ്പോൾ ഇന്ന് എനിക്ക് കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമായിരുന്നു. അപ്പോൾ എനിക്കൊരു റൂമൊക്കെ കിട്ടി. ആദ്യം ഡോർമെറ്ററി ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു റൂമൊക്കെ അലോട്ട് ചെയ്ത് തന്നു. ഇതാണ് കേട്ടോ റൂം. ഞാൻ വന്നപ്പോഴേക്കും ഇവിടെ ഭയങ്കര പൊടിയും, ഇതിവിടെ ഒരു ഷെൽഫൊക്കെ ഉണ്ട്. ഇങ്ങനെ ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് തൂത്ത് ക്ലീൻ ചെയ്യാം. ഞാൻ വന്ന് ഒന്ന് ഫ്രഷായി അപ്പോഴേക്കും എനിക്ക് കുറച്ച് തുണി വാഷ് ചെയ്യാനുണ്ട്. ഇവിടെ താഴെ കുറച്ച് പേര് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ഓർത്തു ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് റെഡിയാക്കാം എന്ന് വിചാരിച്ചു. ചൂലൊക്കെ വാങ്ങി. ഭയങ്കര പൊടിയായിരുന്നു ഞാൻ വന്നപ്പോഴേക്കും. എൻ്റെ ഒരു ചൂലൊക്കെ വാങ്ങി ഇത് മൊത്തം ഒന്ന് അടിച്ച് തൂത്ത് കൊടുക്കാം. ഇപ്പോൾ റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി കുറച്ച് കഴിയുമ്പോൾ ആരെങ്കിലും വരുമോന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും റൂം നിറയെ പൊടിയും ചുക്കിലിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാനും എൻ്റെ ഒരു ക്ലാസ്മേറ്റും കൂടെ, ഞങ്ങൾ രണ്ടുപേരും കൂടി, അവൾ ആക്ച്വലി വേറൊരു പി ജിയിലാണ് നിൽക്കുന്നത്. അവൾ അവിടെ നിന്ന് വന്നിട്ട് ഞങ്ങൾ രണ്ടും കൂടി പോയി ചൂലും സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ വന്നതാ ഇതെല്ലാം തൂത്ത് തുടച്ച്. ഈ കട്ടിലിൻ്റെ ഈ കമ്പി പോലത്തെ ആണല്ലോ അത്, അതിനിടയിൽ കൂടെയൊക്കെ നിറച്ചിങ്ങനെ ചുക്കിലിങ്ങനെ കെട്ടിയായിരുന്നു. അങ്ങനെ അതൊക്കെ തൂത്ത് വൃത്തിയാക്കി. കുറേ സമയം എടുത്തിട്ട് തൂക്കാനായിട്ട്. കാരണം ചുക്കിലിങ്ങനെ തൂത്ത് വരുമ്പോഴേക്കും പിന്നെ എവിടെയെങ്കിലുമൊക്കെ തൂത്ത സ്ഥലത്ത് തന്നെ പിന്നെയും കാണും. അതിങ്ങനെ പറന്ന് നടക്കുമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ കട്ടിലൊക്കെ വിരിച്ച് സെറ്റ് ചെയ്ത്. ഞാൻ നേരത്തെ ഡോർമെറ്ററിയിലായിരുന്നപ്പോഴെങ്കിൽ ഈ ബെഡൊക്കെ വിരിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ വിരിച്ച പാടെ എടുത്ത് കട്ടിലേക്ക് ഇട്ടത്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി മേ ബി 2 പേരും കൂടി വരാനുള്ളൊരു ചാൻസും ഉണ്ട്. അറിയത്തില്ല. ചേച്ചി എങ്ങനെയാണ് പറഞ്ഞത് 2 പേരും കൂടി ചിലപ്പോൾ വരുമായിരിക്കുന്നു. അപ്പോഴേക്കും ഞാൻ എന്താണെങ്കിലും എനിക്കൊന്ന് ക്ലീൻ ചെയ്തിടാം. ഇപ്പോൾ സമയം ഏകദേശം 4:30 ഒക്കെ ആയിട്ടേ ഉള്ളൂ. ഇനി നാളെ ആരെങ്കിലും ഈ റൂമിലേക്ക് വരുന്നത് വരെ ഞാൻ ഈ റൂമിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല ചെയ്യാൻ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഡ്രസ്സുകളൊക്കെ ഈ ഷെൽഫിലേക്കൊന്ന് അടുക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് തുണി വാഷ് ചെയ്യാനുണ്ട്. ഇത് ബക്കറ്റ്, എനിക്ക് വാഷ് ചെയ്യാനുള്ള ബക്കറ്റാണ്. അപ്പോൾ ഡ്രസ്സെല്ലാം ഇതിലേക്കൊന്ന് അടുക്കണം. ഈ പെട്ടിക്കകത്തും ബാഗിനകത്തൊക്കെ ഡ്രസ്സുണ്ട്. എൻ്റെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആളുകളുടെ കലാവിധമാണെന്ന് എനിക്ക് തോന്നുന്നു. മാനസാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആരുടെയോ പേരാ തോന്നുന്നു. പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും എല്ലായിടത്തും മാനസയുടെ പടങ്ങളാണ്, ഫുൾ പടങ്ങളാണ്. അപ്പോഴേക്കും ഇതൊക്കെ ഒന്ന് അടുക്കി പറക്കട്ടെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. നേരത്തെ എന്ന് വെച്ചാൽ ഈ 1-2 ദിവസത്തേക്ക് ക്യാമ്പിനൊക്കെ മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് എനിക്കിങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ മാറിയപ്പോഴേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ നല്ല കരച്ചിലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ക്ലീനിങ് പരിപാടികളിലേക്കൊക്കെ കടന്നു കഴിയുമ്പം ആ ഒരു മൈൻഡൊക്കെ മാറിയിട്ടൊന്ന് ഓക്കെ ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മെയിനായിട്ടും ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചത്. പക്ഷേ റൂമിലേക്ക് വന്നപ്പോഴേക്കും ഫുള്ള് ഈ പൊടിയും ചുക്കിലിയൊക്കെ ആയിട്ട് കിടക്കും. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ തന്നെയുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു, വർഷ. അവള് ഏകദേശം ഒരു 3:30 വരെയൊക്കെ നിന്ന് കേട്ടോ. ഞാൻ കരയുന്നതായിട്ട് അവൾ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവൾക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അവൾ പോയി. അപ്പോൾ അവൾ എന്ത് ചെയ്തു, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരു കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവളെന്നെ വിളിച്ച് ഞങ്ങൾ രണ്ടും കൂടി ഇപ്പോൾ ഒരു ചായയൊക്കെ പോയി കുടിച്ചിട്ട്, ചൂലില്ലായിരുന്നു, ചൂലും ഡസ്റ്റ് പാനൊക്കെ വാങ്ങിയിട്ട് വന്നയോ. ക്ലീനാക്കാം. തന്നെ ഇരുന്നിങ്ങനെ എനിക്ക് തന്നെ ഇരിക്കുന്നതിനോട് താല്പര്യപ്പെടുന്നതായതുകൊണ്ട് ബോറടിക്ക് തോന്നില്ല. പക്ഷെ ഇവിടെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടാണ്. ചൂടെന്ന് വെച്ചാൽ ഇടുക്കിയിൽ നിന്ന് ആ തണുപ്പെല്ലാം അടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും ഞാനിപ്പോൾ ഒന്ന് കുളിച്ചിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ എൻ്റെ ഫേസൊക്കെ കണ്ടില്ലേ, ചൂടത്ത് വേർത്തൊലിച്ച്. ഇവിടെ ഒട്ടും ചൂട് സഹിക്കാനേ പറ്റില്ല.
എനിക്കൊരു വെല്ലുവിളിയാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫാനൊക്കെ ഉണ്ട്, കറങ്ങുന്നൊന്നും നോക്കിയില്ല, അതൊന്നും നോക്കാം. ഇത് സ്വിച്ചാണ് ഇപ്പം, ഫാനിൻ്റെ ഇത് സ്വിച്ചാണ്. ഓ നിറയെ വെട്ടാന്ന് തോന്നുന്നു. ഫാൻ കറങ്ങി, ഇപ്പിട്ട പൊടിയെല്ലാം കൂടെ പറക്കും. ഓക്കെ, സോപ്പൊക്കെ വാങ്ങിയിട്ട് ഓയിലൊക്കെ വാങ്ങിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ തുണിയൊക്കെ നമ്മൾ വാഷ് ചെയ്യുമ്പം എനിക്ക് സോപ്പിനെക്കാട്ടിലും നല്ലത് ഇതാവും. ചെയ്യുന്നത് ചെറിയ ജോലിയാണെങ്കിലും വേഗം ടയേർഡ് ആവുന്നുണ്ടായിരുന്നു. കാരണം ഭയങ്കര ചൂട്. എനിക്കിങ്ങനെ ഈ ചൂട് ശീലമില്ലാത്തത് കൊണ്ട് തന്നെ ചൂടിലേക്ക് വന്നപ്പോഴേക്കും എൻ്റെ ബോഡി അതുമായിട്ട് ഒട്ടും അഡ്ജസ്റ്റ് ആവുന്നില്ല. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ലാത്ത ചൂടായിരുന്നു. ഞാൻ ഫാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ല തൂത്തുകൊണ്ടിരുന്നപ്പോൾ ഫാൻ ഇട്ടില്ല കേട്ടോ, കാരണം പൊടിയെല്ലാം കൂടി പറക്കുമല്ലോ. ജസ്റ്റ് ഫാനിന് കറങ്ങുമോയെന്നൊന്ന് ടെസ്റ്റ് ചെയ്തതേ ഉള്ളൂ. പക്ഷെ തൂത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫാൻ ഇട്ടിരുന്നിട്ടും ഭയങ്കര ചൂടാണ്. ചൂടത്തിങ്ങനെ വേർത്തിങ്ങനെ ഫേസൊക്കെ അങ്ങ് വല്ലാണ്ടിങ്ങനെ ആവുമായിരുന്നു. എൻ്റെ കപ്പ, എനിക്ക് കപ്പിൽ ചായ കുടിച്ചാൽ എപ്പോഴും ഒരു സന്തോഷമൊക്കെ ആകത്തുള്ളൂ. ഇത് പ്ലേറ്റ്, സ്പൂണുണ്ട്. അങ്ങനെ ഈ ബാഗ് ഞാൻ ശരിക്കും എനിക്ക് എല്ലാ വീക്കെൻഡിലും വീട്ടിൽ പോകണം. ആ സമയത്ത് എനിക്ക് തുണി എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ആ ബാഗിൽ കൊണ്ടുപോകാമോ നോക്കിയിട്ട് അത് കൊണ്ടുവന്ന്. ഇനി ഇതിനകത്ത് തന്നെ മേക്കപ്പ് സാധനങ്ങളും പിന്നെ അതൊക്കെയാണ്. പിന്നെ കോളേജ് ബാഗ്. ഇത് ഇപ്പം ഫസ്റ്റ് വീക്ക് ആയതുകൊണ്ട്, കോളേജിൽ ഫസ്റ്റ് വീക്ക് ആയതുകൊണ്ട് നമുക്ക് യൂണിഫോം ആയിട്ടില്ലല്ലോ. അപ്പോഴേക്കും നമ്മൾ ചുരിദാർ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പം ഈ ആഴ്ച കോളേജിൽ ഇടാനുള്ള ചുരിദാറാണ്. പെട്ടിക്കകത്തായിരുന്നു ചുരിദാറില്ല. മറ്റേ ബാഗിൽ എനിക്ക് ഇവിടെ റൂമിലിടാനുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു. ബുക്കൊന്നുമില്ല, ബുക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഈ ടേബിളിൽ ബുക്കൊക്കെ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ആ ഷെൽഫിൽ കാര്യം പറഞ്ഞാൽ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ തൂക്കുന്നതിന് മുമ്പും ഇല്ലായിരുന്നു. പിന്നെ തൂത്തപ്പോഴേക്കും ഞാൻ ജസ്റ്റ് അതൊന്ന് തൂത്ത് വിട്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ അടുക്കി വിരിച്ചിട്ടിട്ട് അതിലേക്ക് എൻ്റെ തുണി, അതായത് ഇപ്പം ഹോസ്റ്റലിൽ നമ്മൾ ഈവനിങ് ഒക്കെ ഇടുന്ന ഡ്രസ്സില്ലേ, അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ എൻ്റെ നമ്മൾ കോളേജിലിടുന്ന ചുരിദാർ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി അയൺ ചെയ്തിട്ട് ബാഗിൽ നല്ല സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ബാഗിൽ നിന്ന് എടുത്തില്ല, കാരണം അതും നല്ല ക്ലീൻ ആയിട്ട് ബാഗിൽ തന്നെ ഇരുന്നോളും. പിന്നെ ഈ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഞാൻ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് അടുക്കി റെഡിയാക്കി വെച്ചു. അടുക്കുന്ന പരിപാടിയൊക്കെ വേഗം കഴിഞ്ഞു, കാരണം ഓൾറെഡി ബാഗിൽ നല്ല രീതിയിൽ മടക്കിയാണ് ഞാൻ അറേഞ്ച് ചെയ്തുകൊണ്ട് വന്നത്. അതുകൊണ്ട് ആ മടക്കി വെച്ചിരുന്നത് നേരെ എടുത്ത് ഷെൽഫിലേക്ക് വെക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ റൂമിൽ ഒരു കുട്ടിയും കൂടി വന്നു മലപ്പുറത്തു നിന്ന്. അപ്പോൾ ഞാനെല്ലാം ക്ലിയർ ചെയ്ത് കേട്ടോ, എനിക്ക് അടുക്കിയായിരുന്നു. ഇവിടെ ബാഗൊക്കെ വെച്ചു. ആ പെട്ടിയും കൂടി ഒന്ന് മാറ്റണം. ഷെൽഫൊക്കെ അത് അടുക്കി. ഇത് ആ കുട്ടിയുടെ സാധനങ്ങളാണ്. ഷെൽഫൊക്കെ കണ്ടു ഇങ്ങനെ അടുക്കി വെച്ചു. ലേക്ക് ആ കുട്ടി വന്നു. അപ്പോൾ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. എനിക്ക് കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി താഴെ വിരിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ
പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല, വെറുതെ ഇരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം.